സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനിക്കൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സിലബസ് സ്റ്റാൻഡേർഡ് 8 ഹിന്ദി സെക്കൻഡ് ടേമിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഒരു ഫിലിമി ലേഖാണ്. വരുൺ ഗ്രോവറിന്റെ ബൈസിക്കിൾ തീവ്സ്. ആ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. കയ്യിൽ ഒരു പെൻസിൽ കരുതുക. അറിയാൻ വയ്യാത്ത ഏതെങ്കിലും വേർഡ് ഉണ്ടെങ്കിൽ ആ വേർഡിന്റെ അണ്ടർലൈൻ ചെയ്തിട്ട് അതിന്റെ മുകളിൽ മലയാളത്തിൽ അർത്ഥം എഴുതിയെടുക്കണം. അത് കഴിഞ്ഞ് ചാപ്റ്റർ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അതിന്റെ മീനിങ് മനസ്സിലാക്കാൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും. നമ്മുടെ ക്ലാസ് സെന്റൻസ് ബൈ സെന്റൻസ്, വേർഡ് ബൈ വേർഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. മലയാളത്തിൽ വേർഡ് ബൈ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ് എക്സ്പ്ലനേഷനോട് കൂടിയാണ് നമ്മുടെ ക്ലാസ്. അതായത് ക്ലാസ് റൂമിൽ ഒരു അധ്യാപകന്റെ മുൻപിൽ എപ്രകാരമാണോ ഇരുന്ന് നിങ്ങൾ പഠിക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. സെക്കൻഡ് ടേമിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചാപ്റ്റർ ആണ് സൈക്കിൾ തീവ്സ് എന്നുള്ളത്. നമുക്ക് സൈക്കിൾ തീവ്സ് പഠിക്കാം. സൈക്കിൾ തീവ്സ് കിസ്കി രചനാഹെ എന്ന് ചോദിച്ചാൽ വരുൺ ഗ്രോവർ की രചന है. സൈക്കിൾ തീവ്സ് കിസ് വിധാ की രചന है എന്ന് ചോദിച്ചാൽ ഉത്തരം ഫിലിമി ലേഖ് എന്നാണ്. അപ്പോൾ ഇനി ക്ലാസ്സിലേക്ക് കടക്കാം. सीधी सी कहानी है. दूसरे विश्व युद्ध के बाद का इटली है. गरीबी और उदासी धूप की तरह पूरे देश में छाई हुई है. ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഇറ്റലിയിലെ കുടുംബങ്ങളുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരുൺ ഗ്രോവർ ബൈസിക്കിൾ തീവ്സ് എന്ന ഈ ഫിലിമി ലേഖ രചിച്ചിരിക്കുന്നത്. നമുക്ക് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. സീധി സി കഹാനി ഹെ. സീധി സി എന്ന് പറഞ്ഞാൽ നേർവഴിയിലുള്ള, നേരെയുള്ള ഒരു കഥയാണ്, സത്യസന്ധമായ ഒരു കഥയാണ്. ദൂസരെ വിശ്വയുദ്ധ കെ ബാദ്. ദൂസരെ വിശ്വയുദ്ധ മാനെ രണ്ടാം ലോക മഹായുദ്ധം. കെ ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം. കെ ബാദ് ക ഇറ്റലി, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഇറ്റലി. ഗരീബി और उदासी धूप की तरह पूरे देश में छाई हुई है. ഗരീബി, ഗരീബി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, ദാരിദ്ര്യവും അഥവാ പോവർട്ടിയും, ഉദാസി ദുഃഖവും, ധൂപ് കി തരഹ് വെയില് പോലെ, സൂര്യന്റെ പ്രകാശം പോലെ, പൂരേ ദേശമേം രാജ്യം മുഴുവനും, ഛായി ഹുയി ഹെ വ്യാപിച്ചിരിക്കുന്നു. ഗരീബി ഔർ ഉദാസി ധൂപ് കി തരഹ് പൂരേ ദേശമേം ഛായി ഹുയി ഹെ. ദാരിദ്ര്യവും ദുഃഖവും വെയില് പോലെ അല്ലെങ്കിൽ സൂര്യപ്രകാശം പോലെ രാജ്യമെമ്പാടും വ്യാപിച്ചിട്ടിരിക്കുന്നു. റോം മേ രഹനെ വാലെ അന്തോണിയോക്കോ നൗക്കരി ചാഹിയെ. റോമിൽ താമസിക്കുന്ന അന്തോണിയോ എന്നു പേരുള്ള വ്യക്തിക്ക് ജോലി കൂടിയേ തീരൂ. നൗക്കരി ചാഹിയെ എന്ന് പറഞ്ഞാൽ ജോലി വേണം. ലെക്കിൻ, ലെക്കിൻ മാനെ എന്നാൽ. നൗക്കരി ഐസി മിലി ഹെ ജിസ്കെ ലിയെ സൈക്കിൾ ഹോനാ ജരൂരി ഹെ. എന്നാൽ നൗക്കരി ഐസി മിലി ഹെ, ജോലി ലഭിച്ചിട്ടുണ്ട്, പക്ഷെ എന്താണ് കുഴപ്പം? ജിസ്കെ ലിയെ സൈക്കിൾ ഹോനാ ജരൂരി ഹെ, ഒരു സൈക്കിൾ ആവശ്യമുള്ള ഒരു ജോലിയാണ് പുള്ളിക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ജോലിക്ക് പ്രവേശിക്കണമെങ്കിൽ അന്തോണിയോയ്ക്ക് ഒരു സൈക്കിൾ കൂടിയേ തീരൂ. ഉസ്കി പത്നി മരിയ ബड़ी मुश्किलों से घर का सामान बेचकर बाइसाइकिल के पैसे जुटाती है. उसकी पत्नी मरिया. किसकी पत्नी मरिया? അന്തോണിയോ. അന്തോണിയോയുടെ ഭാര്യയായ മരിയ വളരെ പ്രയാസപ്പെട്ട്, മുഷ്കിലോം സി വളരെ പ്രയാസപ്പെട്ട്,
घर का सामान बेचकर വീട്ടിലെ ചില വസ്തുക്കളൊക്കെ വിറ്റിട്ട് സൈക്കിൾ കെ പൈസ ജുടാത്തി ഹെ, സൈക്കിൾ വാങ്ങാനുള്ള പൈസ അവർ സ്വരുക്കൂട്ടിയെടുക്കുന്നു. കാം കെ പഹലേ ഹി ദിൻ, ജോലിക്ക് പോകേണ്ട ആദ്യത്തെ ദിവസം തന്നെ അന്തോണിയോ കി സൈക്കിൾ ചോരി ഹോ ജാത്തി ഹെ, അന്തോണിയോയുടെ സൈക്കിൾ മോഷണം പോകുന്നു. ചോരി ഹോ ജാത്തി ഹെ, മോഷണം പോകുന്നു. വഹ അപ്പനെ 10 സാൽ കെ ബേട്ടെ ബ്രൂണോ കെ സാത്ത്, വഹ് എന്ന് പറഞ്ഞാൽ അന്തോണിയോ, അപ്നെ 10 സാൽ കെ, തന്റെ 10 വയസ്സുള്ള ബേട്ടെ പുത്രനായ ബ്രൂണോ കെ സാത്ത്, ബ്രൂണോയോടൊപ്പം ബൈസൈക്കിൾ ഖോജിനെ നികൽത്താ ഹെ, നഷ്ടപ്പെട്ടു പോയ സൈക്കിൾ അന്വേഷിച്ച് പുറപ്പെട്ടു. പഹലെ ചോർ ബാസാർ, ഫിർ ശഹർ കെ ബാക്കി ബദനാം ഇലാക്കോ മേ, ആദ്യമേ മോഷണ സാധനങ്ങളൊക്കെ വിൽക്കുന്ന മാർക്കറ്റിൽ അന്വേഷിച്ചു. ഫിർ പിന്നീട് ഷഹർ കെ ബാക്കി ബദനാം ഇലാക്കോ മേ, പട്ടണത്തിലെ ബാക്കിയുള്ള ദുഷ്പേരുള്ള പ്രദേശങ്ങളിലെല്ലാം അന്വേഷിച്ചു. पिता और पुत्र हदाशा और उम्मीद के बीच झूलते रहते हैं. അച്ഛനും മോനും, മോൻ അഥവാ ബ്രൂണോയും, ഹദാശ ഔർ ഉമ്മീദ് കി, ഹദാശ നിരാശ, ഔർ ഉമ്മീദ് മാനെ പ്രതീക്ഷ, നിരാശയുടെയും പ്രതീക്ഷയുടെയും മധ്യത്തിലൂടെ അവര് നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു. അന്തോണിയോനെ तो शायद दुनिया के बहुत दुख झेले हैं. അന്തോണിയോ ഷായദ് മാനെ ഒരു പക്ഷേ, ദുനിയാക്കെ ബഹുത്ത് ദുഃഖ് ചേലേഹെ, ലോകത്തെ ഒത്തിരി ദുഃഖങ്ങൾ പുള്ളി സഹിച്ചിട്ടുണ്ട്. ചേലേഹെ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചിട്ടുണ്ട്, സഹിച്ചിട്ടുണ്ട്. ബ്രൂണോ കെ ലിയെ ബിഖർത്തി മാനവതാ കാ യഹ് പഹല അനുഭവ് ഹെ, ബ്രൂണോയെ സംബന്ധിച്ചിടത്തോളം ബിഖർത്തി മാനവതാക്കായഹ് പഹലാനുഭവ ഹെ, ചിതറുന്ന മനുഷ്യത്വത്തിന്റെ ആദ്യത്തെ അനുഭവമാണ്. ആർക്കാണ്? ബ്രൂണോയെ സംബന്ധിച്ചിടത്തോളം. സബ് ജഗഹ് സെ ഹാർക്കർ, സബ് ജഗഹ് സെ, ജഗഹ് എന്ന് പറഞ്ഞാൽ സ്ഥലം, ഇടം. ഹാർക്കർ പരാജയപ്പെട്ടിട്ട്, അവർ രണ്ടുപേരും കൂടെ അന്വേഷിച്ച് നടന്ന് പരാജയപ്പെട്ടിട്ട് അന്തുമേം അവസാനം അന്തോണിയോ കോ സടക് കിനാരെ ഏക് ലാവാറി സൈക്കിൾ ദിഖത്തി ഹെ, അവസാനം അന്തോണിയോ റോഡ് അരികിൽ ഒരു ലാവാറി സൈക്കിൾ കാണപ്പെടുന്നു. അന്വേഷിച്ച് വരുന്ന വഴിക്ക് ആളില്ലാത്ത ഒരു സൈക്കിൾ റോഡ് സൈഡിൽ ഇരിക്കുന്നത് കണ്ടു. ഉസേ പതാഹയ്ക്ക് ചോരി ബുരി ചീസ് ഹെ, അയാൾക്കറിയാം മോഷണം ഒരു മോശം പ്രവൃത്തിയാണ്. ലേക്കിൻ ഉസ്കി ഈമാൻദാരി ഉസ്കി ഭൂക്ക് സെ ടകരാ രഹി ഹെ, എന്നാൽ അയാളുടെ ഈമാൻദാരി ദയവ് ഉസ്കി ഭൂക്ക് സെ ടകരാ രഹി ഹെ, അയാളുടെ വിശപ്പിനെ ആയിട്ട് കൂട്ടിയിടിക്കുന്നു. അന്തോണിയോ ഉസ് സൈക്കിൾ കോ ചുരാനെ കി കോശിഷ് കർത്താ ഹെ, അന്തോണിയോ ആ സൈക്കിൾ മോഷ്ടിക്കാനായിട്ട് പുള്ളി തയ്യാറെടുക്കുകയാണ്. ലേക്കിൻ പകടാ ജാത്താ ഹെ, പക്ഷേ പാവത്തിനെ പെട്ടെന്ന് പിടിച്ചു. സൈക്കിൾ കാ മാലിക് അന്തോണിയോ കി ഹാലത്ത് ദേഖക്കർ, സൈക്കിളിന്റെ ഉടമസ്ഥൻ അന്തോണിയോയുടെ അവസ്ഥ പറഞ്ഞു കേട്ടിട്ട് ഉസെ ജാനെ ദേത്താ ഹെ, അയാളെ നിരുപാധികം വിട്ടയക്കുകയാണ്. അന്തിമ ദൃശ്യമേം അന്തോണിയോ ഔർ ബ്രൂണോ ഭീഡ് കെ സാത്ത് ചൽ രഹേ ഹെ, അവസാനം ദൃശ്യത്തിൽ അന്തോണിയോയും ബ്രൂണോയും കൂടി ആ തിരക്കിനോടൊപ്പം നടന്നു നീങ്ങുകയാണ്. എങ്ങനെയാണ് നടന്നു നീങ്ങുന്നത്? ടൂട്ടേ ഹുയേ, ശർമിന്ദ ലജ്ജിച്ച്, ടൂട്ടേ ഹുയേ തകർന്ന്, ലജ്ജിച്ച് അവരാ തിക്കും തിരക്കിലും കൂടെ, ആ തിരക്കിന്റെ കൂടെ ആളുകൂടി ആ തിരക്കിന്റെ കൂടെ അവര് നടന്നു നീങ്ങുകയാണ്.
साइकिल नहीं है, लेकिन दुनिया में अभी भी करुणा है. സൈക്കിളില്ല, പക്ഷേ ലോകത്ത് ഇപ്പോഴും ദയവ് നിലനിൽക്കുന്നുണ്ട്. ഉമ്മീദ് ഹെ, പ്രതീക്ഷയുണ്ട്. ഏക് ഔർ മുസ്കിൽ ദിൻ ഹെ ജിസ്കാ സാമ്ന കർനെ നിഗലി ഏക് ഭീഡ് ഹെ, അതിനെ നേരിടാൻ വലിയ ഒരു കൂട്ടവും ഉണ്ട്. സരൽ സി കഹാനി ഹമേ കഹാം കഹാം ലേ ജാതി ഹെ, ഒരു ലളിതമായ കഥ നമ്മളെ എവിടെയെല്ലാമാണ് കൊണ്ടു എന്നെത്തിച്ചത്. സഹി ഔർ ഗലത്ത് കി പരിഭാഷ, തെറ്റിന്റെയും ശരിയുടെയും പരിഭാഷ, നിർവചനം. ഇതിഹാസ് കാ ഏക് പാഠ്, ചരിത്രത്തിന്റെ ഒരു പാഠം. യുദ്ധ കാ അസലി ചെഹറ, യുദ്ധത്തിന്റെ യഥാർത്ഥ മുഖം. ജോ ബാരൂദ് കാ ധുവാം ഛാണ്ട്നെ കെ ബാദ്, ആ മുഖം വെടിമരുന്നിന്റെ പുകയിൽ നിന്ന്, വെടിമരുന്നിന്റെ പുകയ്ക്ക് ശേഷം ദിഖത്താ ഹെ ഔർ ഏക് പരിവാർ കാ മഹത്വ, കാണിച്ചു തരുന്നു ഒരു കുടുംബത്തിന്റെ മഹത്വം. ഫിലിമേം जितने हंसाने या मन बहलाने के लिए होती है, उतने ही दिल तोड़ने और रुलाने के लिए भी. ആ സിനിമയിൽ ജിത്തനെ, എത്രയ്ക്ക്, ഹസാനെ ചിരിപ്പിക്കുവാനും അഥവാ ചിരിക്കുവാനും, യാ മൻ ബഹലാനെ के लिए മനസ്സ് സന്തോഷിക്കാനും വേണ്ടി ഉണ്ടോ, ഉത്തനെ ഹി അത്രയും തന്നെ, ദിൽ തോടിനെ ഔർ റുലാനെ കെ ലിയെ ഭി, മനസ്സ് വിങ്ങുന്നതിനും കരയുന്നതിനും വേണ്ടിയുമുണ്ട്. ആ സിനിമയിൽ എത്രത്തോളം ചിരിക്കാനും സന്തോഷിക്കാനും ഇടമുണ്ടോ, അത്രത്തോളം തന്നെ മനസ്സ് വേദനിക്കാനും കരയാനും അവസരമുണ്ട്. ഫിലിമേം കഹാനി കെ ലിയെ, ഫിലിമേ കഹാനി കെ ജരിയെ वो कहती है जो हमें एहसास दिलाता है कि हम कितने कमजोर हैं. फिल्में जितने हंसाने या मन बहलाने के लिए होती है, उतने ही दिल तोड़ने और रुलाने के लिए भी. ആ സിനിമയിൽ എത്രത്തോളം ചിരിക്കാനുണ്ടോ സന്തോഷിക്കാനുണ്ടോ അത്രത്തോളം തന്നെ മനസ്സ് വേദനിക്കാനും കരയാനും ഉണ്ട്. ഫിലിമേ കഹാനി കെ ലിയെ, കഹാനി കെ ജരിയെ വോ കഹത്തി ഹെ, ആ സിനിമയിൽ കഥയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു, ജോ ഹമേ എഹ്സാസ് ദിലാത്താ ഹെ കി, ആ സിനിമ അത് നമ്മളെ തോന്നിപ്പിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു, ഹം കിത്തനെ കംസോർ ഹെ, നമ്മൾ എത്രയ്ക്ക് ചെറുതാണ്, നമ്മൾ എത്രയ്ക്ക് ദുർബലരാണ്. കംസോർ എന്ന് പറഞ്ഞാൽ ദുർബലർ എന്നാണ്. നമ്മൾ എത്രയ്ക്ക് ദുർബലരാണ്. താക്കത്വർ ഹെ, നമ്മൾ എത്രയ്ക്ക് ശക്തിശാലികളാണ്. നമ്മൾ എത്രയ്ക്ക് സംവേദനശീലി ഹെ, നമ്മൾ എത്രയ്ക്ക് സെൻസിറ്റീവാണ്. ഫൂഹഡ് ഹെ, സംസ്കാരമില്ലാത്തവരാണ്. ബദത്മീഷ് ഹെ, നമ്മൾ എത്രയ്ക്ക് മര്യാദയില്ലാത്തവരാണ് എന്നെല്ലാം അതിൽ നിന്ന് നമ്മളെ ആ സിനിമ പഠിപ്പിക്കുന്നു. ലേക്കിൻ സബ്സെ ജരൂരി ബാത്ത് ഹം അക്കേലെ നഹി ഹെ, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ തനിച്ചല്ല എന്നുള്ളതാണ്. ദുനിയാ ഭർമേം ദൂർ ദൂർ കെ ദേശോമേം, ലോകത്ത് മുഴുവനും വിദൂരെ ഉള്ള രാജ്യങ്ങളിൽ, ഐസെ ദേശോമേ ജഹാം ലോക് ഭാഷ ബി ഹമാരി നഹീം ബോൽത്തി, ആ രാജ്യങ്ങളിലെല്ലാം നമ്മുടെ ഭാഷ സംസാരിക്കാത്തവർ പോലും ഐസെ ലോഗ് ഹേ ജോ ഹമാരി ജൈസി ഖുഷിയോം സെ ഖുശ് ഹോ രഹേ ഹേ, നമ്മളെപ്പോലെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരുണ്ട്. ഹമാരെ ജൈസെ ദുഃഖോം സെ ടൂട്ട് രഹേ ഹേ, നമ്മളെപ്പോലെ ദുഃഖത്തിൽ വിങ്ങി പൊട്ടുന്നവരുമുണ്ട്. ഫിലിമേം ഹമേം ബാന്ധത്തി ഹേ ഏക് അദൃശ്യ ചാന്ദി കി ഡോർമേ, ആ സിനിമ നമ്മളെ ഒരു അദൃശ്യമായ വെള്ളി നൂലുകൊണ്ട് നമ്മളെ ബന്ധിക്കുന്നു. ആ ഒരു ഖടാക്കർ ദേത്തി ഹേ, നമ്മളെ നിവർത്തി നിർത്തുന്നു, നമ്മളെ എഴുന്നേപ്പിച്ച് നിർത്തുന്നു. ഏക് ബഹുത്ത് ഊഞ്ചി ഛത്ത് പർ, വളരെ ഉയരമുള്ള ഒരു മേൽക്കുരയിൽ നമ്മളെ ആ സിനിമ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു. ഹൽക്കെ സെ ചോങ്കോ മേ ഉഡ്ന സീഖ് പാത്തെ ഹേ,
നേരിയ കാറ്റിൽ പോലും പറക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഹം കിസി നയി കരാരി പതംഗ് കി തരഹ്, നമ്മൾ ഏതോ ഒരു പുതിയ ദൃഢമായ ഒരിക്കലും പൊട്ടാത്ത ഒരു പട്ടത്തെ പോലെ ഒരു നേരിയ കാറ്റിൽ പറക്കുവാനായിട്ട് സീഖ് ജാത്തെ ഹെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഏതോ ഒരു പുതിയ ഉറച്ച ദൃഢമായ പട്ടത്തെ പോലെ പറക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ ബൈസൈക്കിൾ തീവ്സ് എന്ന വളരെ പ്രധാനപ്പെട്ട ആ ഒരു ഫിലിമി ലേഖനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് അത് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ ബാക്കിയുള്ള എക്സർസൈസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.